ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ്, കാറ്റഗറി നമ്പർ 282/2016 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ? ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഇതിലേതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, സ്റ്റിമുലേറ്റ് ആക്ടിവിറ്റി ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓപ്ഷൻ ബി, ഡീൽസ് ഇൻ ട്രഷറി ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഓപ്ഷൻ സി, പാർട്ടിസിപ്പേറ്റ് ഇൻ കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മാർക്കറ്റ്. ഓപ്ഷൻ ഡി, എൻഗേജ്ഡ് ഇൻ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആക്ടിവിറ്റീസ്. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ദാറ്റ് മീൻസ് എൻഗേജ് ഇൻ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആക്ടിവിറ്റീസ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് ആക്ടിവിറ്റീസ് എന്ന് സ്റ്റോക്ക് ബ്രോക്കർ ആ ഒരു രീതിയിൽ DFHI പ്രവർത്തിക്കുന്നില്ല. ആക്ച്വലി അതാണ് ഇവിടെ എന്താ DFHIൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത്. ബാക്കിയൊക്കെ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? സ്റ്റിമുലേറ്റ് ആക്ടിവിറ്റി ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലെ ആക്ടിവിറ്റി അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ട്രഷറി ബില്ല്, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പറൊക്കെ ഡീൽ ചെയ്യുക. കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മാർക്കറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് മണി മാർക്കറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നാണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആക്ച്വലി DFHIൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ: to promote secondary market in short-term money market instrument. ഷോർട്ട് ടൈം മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ആണല്ലേ, അപ് ടു 1 ഇയറിലേക്ക് ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവിടെ. സെക്കൻഡറി മാർക്കറ്റിൽ ഈ ഷോർട്ട് ടൈം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോട് കൊണ്ടുവന്നാണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രേ ഉള്ളൂ. പ്രൊമോട്ട് ദ സെക്കൻഡറി മാർക്കറ്റ് ഇൻ ഷോർട്ട് ടൈം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് എന്ത് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, to integrate market at regional centers with the main market. അതായത് ആക്ച്വൽ ബിഗ് മാർക്കറ്റിലെ മണി മാർക്കറ്റിൻ്റെ ഫുൾ ബിഗ് മാർക്കറ്റിലോട്ട് കുറേ റീജിയണൽ ആയിട്ടുള്ള കുറച്ച് റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ടാവും. അതിവരെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് മെയിൻ മാർക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഇതും എന്താണ് ഡി ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് സേഫ് ആൻഡ് റിസ്ക് ഫ്രീ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തായിരിക്കണം? സേഫ് ആയിരിക്കണം, അതേപോലെ തന്നെ റിസ്ക് ഫ്രീ ആയിരിക്കണം. സേഫായിട്ടും അതേപോലെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോട്ട് ചെയ്യേണ്ടതാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. എപ്പോഴും ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ അവിടെ ഡീൽ ചെയ്യുന്നത് ഷോർട്ട് ടൈം ആണ്. അപ്പോൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിന് അതിൻ്റെ ഡീലിങ്സ് നടക്കുക, അത് സേഫ് ആക്കുക, റിസ്ക് ഫ്രീയുമാക്കുക. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് ഗ്രേറ്റർ ലിക്വിഡിറ്റി ടു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അല്ലേ, എന്തുണ്ടാക്കി കൊടുക്കുക? ലിക്വിഡിറ്റി. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താണ് ലിക്വിഡ് പൊസിഷനിലാക്കി ഇൻവെസ്റ്റേഴ്സിനെ മാറ്റുക, എപ്പോൾ വേണമെങ്കിൽ ക്യാഷാക്കി കൺവേർട്ട് ചെയ്യുന്ന അത് ഒരുക്കി കൊടുക്കുക. പ്രൊവൈഡ് ദ ഗ്രേറ്റ് ലിക്വിഡിറ്റി ടു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾക്ക് ലിക്വിഡിറ്റി സാധ്യമാക്കി കൊടുക്കാം. നെക്സ്റ്റ് വൺ, ടു ഫെസിലിറ്റേറ്റ് മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഈ സ്മോൾ ആൻഡ് മീഡിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്രത്തോളം മണി മാർക്കറ്റിൽ ഇടപെടുന്നില്ല. അപ്പോൾ അവർക്കും കൂടി ഈസി ആക്കി മാറ്റുക എന്നാണ് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളെ. അപ്പോൾ മണി മാർക്കറ്റ് ട്രാൻസാക്ഷനെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ആർക്ക് വേണ്ടി? സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, ഇതിൻ്റെയൊക്കെ ഡീലിങ്സ് അതിനെയൊക്കെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് DFHIൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഡിനോമിനേഷൻ ഫോർ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് the minimum denomination for a certificate of deposit is. മിനിമം ഡിനോമിനേഷൻ എത്രയാണ്? ഓപ്ഷൻ എ ₹1 lakh, ഓപ്ഷൻ ബി 50,000, ഓപ്ഷൻ സി ₹25,000, ഓപ്ഷൻ ഡി 10,000. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം ഇത് ഇപ്പം ആ ഒരു ഓപ്ഷന് പ്രസക്തിയില്ല. കാരണം ഇപ്പോഴത്തെ മിനിമം ഡിനോമിനേഷൻ എന്ന് പറയുന്നത് 5 lakh മാറ്റിയിട്ടുണ്ട്. അതായത് മിനിമം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം ഡിനോമിനേഷൻ ഡീൽ ചെയ്യണമെങ്കിൽ മിനിമം അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh ഉണ്ടായിരിക്കണം. ഇതൊന്ന് നോട്ട് ചെയ്യണം.
ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സ്റ്റാൾവാർട്സ്? സ്റ്റാൾവാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഓപ്ഷൻ എ, ഷെയർസ് ദാറ്റ് ആർ ഹൈലി വോളറ്റൈൽ. ഓപ്ഷൻ ബി, ഷെയർസ് ഓഫ് കമ്പനി വിത്ത് ഗ്രോത്ത് റേറ്റ് ഗ്രേറ്റർ than the growth rate of GDP of the country. Option C, shares with a good track record of earning and dividend payouts. Option D, shares with a stable market prices. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഷെയർ ഓഫ് എ കമ്പനി വിത്ത് ഗ്രോത്ത് റേറ്റ് ഗ്രേറ്റർ ദാൻ ദി ഗ്രോത്ത് റേറ്റ് ഓഫ് GDP ഓഫ് ദ കൺട്രി. കൺട്രിയുടെ GDP ഗ്രോത്ത് റേറ്റിനേക്കാളും ഒരു പെർട്ടിക്കുലർ കമ്പനി ഷെയറിന് ഗ്രോത്ത് റേറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കമ്പനി ഈസ് നോൺ ആസ് സ്റ്റാൾവാർട്സ്. അത് ഓർത്ത് വെക്കണം. PSC ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സ്റ്റാൾവാർട്ട് എന്ന് പറഞ്ഞാൽ? ഒരു കൺട്രിയുടെ GDP ഗ്രോത്തിനേക്കാൾ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറിന് ഗ്രോത്ത് ഉണ്ട് എങ്കിൽ അതിനെയാണെന്ത് സ്റ്റാൾവാർട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.